എന്ന് സദസ്സിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായ ഒരു വചനം നമ്മുടെ ഉലമാ പഠിപ്പിച്ച വലിയൊരു തത്വമാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഫലൗ സ്വദഖത് തൗബതുക ലസഹത്. നമ്മുടെ തൗബ സത്യസന്ധമാണെങ്കിൽ ആ തൗബ സ്വഹീഹാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, റബ്ബേ ഞാൻ ഈ തെറ്റിനെ ചെയ്യൂല പടച്ചോനെ. ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ചാൻസ് കിട്ടിയാൽ ചിലപ്പോ എനിക്ക് പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അത് തൗബയല്ല, അത് തൗബയല്ല. സത്യസന്ധമായിട്ട് പറ, റബ്ബേ തെറ്റിന്നതാണ്, ശരി ഇന്നതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇനി തെറ്റിലേക്ക് പോകില്ല പടച്ചവനെ, നീ സാക്ഷിയാണ് റബ്ബേ. അങ്ങനെയൊക്കെ പറഞ്ഞു തെറ്റിലേക്ക് പോയി എന്ന് വിചാരിക്കുക, വീണ്ടും തൗബ ചെയ്യുന്ന. ആ തൗബ ചെയ്യുന്ന ഇടയിൽ പറയരുത്, മനസ്സിന്റെ ഉള്ളിലെങ്കിലും ചാൻസ് കിട്ടിയാ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടും, അങ്ങനെ പറയല്ലേ. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യും. فكل يوم يمر عليك ولا تعص الله فيه فهو يوم عيد. ഇതാണ് നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷ മുഹൂർത്തങ്ങൾ മോളുടെ കല്യാണ ദിവസം മാത്രമല്ല, വീടിന്റെ ഒരു ഹൗസ് വാമിങ് മാത്രമല്ല, നമ്മുടെ സന്തോഷ ദിവസം മോള് പ്രസവിച്ചു എന്ന് കേൾക്കുന്ന ദിനമല്ല, മോന്റെ കല്യാണം നടന്നു എന്ന ദിനം മാത്രമല്ല, സന്തോഷം ലഭിക്കുന്ന പെരുന്നാളുകൾ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടത്രേ. ഫകുല്ലു യൗമിൻ, ഏതൊരു ദിവസവും, യമുറു അലൈക വലാ തഅസുല്ലാഹ ഫീഹി, അല്ലാഹുവിനോട് തെറ്റ് ചെയ്യാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും ഫയൗമു ഈദിൻ, അത് പെരുന്നാളിന്റെ ദിവസമാണ്, അത് പെരുന്നാളാണ്. അല്ലാഹു തെറ്റ് ചെയ്യാത്ത ഒരു ദിവസം കടന്നു കിട്ടിയാൽ അന്ന് പെരുന്നാളാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ദിവസങ്ങളൊക്കെയും അയാദുകളാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ. പെരുന്നാളാണ്. എന്താണ് പെരുന്നാൾ? തെറ്റ് ഇന്ന് ഞാൻ എന്റെ നഫ്സിനെ കൺട്രോൾ ചെയ്തു, അത് പറയാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെരുന്നാളാണ്. സത്യസന്ധമാവട്ടെ, നമ്മുടെ തൗബ സത്യസന്ധമാവട്ടെ. അതുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനോഹരമായ കവിതയുണ്ട്. ഇത് മുഴുവൻ അർത്ഥം, മലയാളത്തിൽ അർത്ഥം പറഞ്ഞതിന്റെ രസം പോകും. അതുകൊണ്ട് മുത്താലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ മനസ്സിലാക്കിയെടുത്തേക്കും അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ അറബിപ്പാട്ട് കേൾക്കലുമായി തൗബ ചെയ്യാൻ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ എന്തോ ഒരു രസമുള്ള ബേത്താണ്, എനിക്ക് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് അതൊരു ഇസ്തിഗ്ഫാറായിട്ട് തൗബയായിട്ട് ചൊല്ലാണ്. എന്റെ കാര്യമാണ് പറയണത് കേട്ടോ. ഞാൻ ഇങ്ങനെ അവിടെ ചോനെ നീ എന്നെ സ്വീകരിക്കണം, ഞാൻ ഇങ്ങനെയാണ് റബ്ബേ, എനിക്ക് നീ മാപ്പ് തരണം. അനൽ അബ്ദുല്ലദീ കസബൽ ദുനൂബാ وصدته الأماني أن يتوبا أنا العبد المسيء عصيت سرا فما للآن لا أبدي النحيبا أنا الغدار كم عاهدت عهدا وكنت على الوفاء به كذوبا أنا العبد المخلف عن أناس حووا من كل معروف وطيبا فيا أسفا على عمر تقضى ولم أكسب به إلا الذنوبا وأحذر أن يعاجلني ممات يحير هول مصرعه اللبيبا أنا العبد الفقير مددت كفي إليكم فادفعوا عني الخطوبا أنا العبد الغريق بلج بحر أصيح لربما ألقى مجيبا أنا العبد السقيم من الخطايا وقد أقبلت ألتمس الطبيبا أنا المضطر أرجو منك عفوا ومن يرجو رضاك فلن يخيبا
കാരുണ്യവാനേ, ഇരുട്ടിന്റെ മറവുകളിൽ പാപങ്ങൾ ചെയ്തു കൂട്ടിയവന് തുണയായി താങ്ങായി പശ്ചാത്താപം സ്വീകരിക്കാൻ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളിലല്ലാതെ എവിടെയാണ് റബ്ബേ മുട്ടേണ്ടത്? റബ്ബേ, പാപങ്ങളിൽ മുങ്ങിപ്പോയ മനുഷ്യനെ കരപിടിച്ചു കയറ്റാൻ നിന്റെ കാരുണ്യത്തിന്റെ കരങ്ങൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും പടച്ചവനെ? അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് നിന്റെ റഹ്മത്തിന്റെ കരം കിട്ടാൻ വേണ്ടി കൈനീട്ടുന്നു റബ്ബേ. ഒരുപക്ഷേ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയേക്കും. ഈ കാരുണ്യം അല്ലാഹുവേ നീ നൽകിയില്ല എങ്കിൽ റബ്ബേ, ഞങ്ങൾ നരകത്തിൽ വീണ് അല്ലാഹുവേ നശിച്ചു പോകുമല്ലോ. റബ്ബിന്റെ കാരുണ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. തൗബയും പശ്ചാത്താപവും അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തൗബകളിൽ ഏറ്റവും വലിയ തൗബ ചെയ്ത പ്രഗൽഭരിൽ ലോകമറിയപ്പെട്ട മഹാനാണ് ബിശ്ർ ബിനുൽ ഹാരിസ്, ബിശ്റുൽ ഹാഫി എന്നറിയപ്പെടുന്ന മഹാൻ ബിശ്റുൽ ഹാഫി. ലോകത്തെ മഹാന്മാരിൽ മുൻപന്തിയിലുള്ളവർ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം ജീവിച്ചിരിക്കുമ്പോ ഹംബലി ഇമാമിനോട് അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് ജീവിതത്തിന്റെ സൂക്ഷ്മത എന്ന് പറഞ്ഞ് വറഇനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ തസ്അലൂനനി അനിസ് സുഹദി വഫീകും ബിശ്റുൽ ഹാഫി, നിങ്ങളിൽ ജീവിച്ചിരിക്കെ എന്തിനാണ് നിങ്ങൾ എന്നോട് പരിത്യാഗത്തെക്കുറിച്ച് ചോദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ലോകത്തെ ആർഭാടങ്ങൾ ത്യജിക്കുന്ന മുഅ്മിനിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്നോടെന്തിന് ചോദിക്കണം? ബിശ്ർ ബിനുൽ ഹാരിസ് അൽ ഹാഫി തങ്ങൾ ഇവിടെ ഇല്ലയോ? അവരെ പറ്റിയാണ് ജനങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞത്. മാ അഖ്റജത് ബഗ്ദാദു അതമ്മ അഖ്ലം മിൻഹു. മഹാനായ ബിശ്റുൽ ഹാഫിയെ പോലെ പരിപൂർണമായ ബുദ്ധിയുള്ള ഒരാളെ ബഗ്ദാദിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ലത്രേ. ജീവിതത്തിന്റെ തുടക്കത്തിൽ മദ്യപാനിയായി മോഷണം ചെയ്ത് ജീവിച്ച കാലമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ ആദ്യകാലം മോഷണം ചെയ്ത് ഒരുപാട് സമ്പാദിച്ചിരുന്നു. അങ്ങനെ വലിയ കൊട്ടാരമുണ്ടാക്കി. അറബികളെ പറ്റിച്ച കൊട്ടാരം ഉണ്ടാക്കണവർക്ക് ആലോചിക്കാം. അറബികളൊക്കെ കുളിപ്പിച്ച് കിടത്തിയിട്ടേ നാട്ടിൽ വലിയ മുതലാളിയായിട്ട് നടക്കാൻ. ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്റെ ആ ഒരു സമ്പാദ്യം മുഴുവനും ഉപയോഗിച്ച് കൊട്ടാരമുണ്ടാക്കിയതിനകത്ത് ഒരു രാത്രി തന്റെ കൂട്ടുകാരെ മുഴുവനും കൊണ്ടുവന്ന് മഹാനവറുകൾ ഒരു സദ്യയുണ്ടാക്കി. ആ രാത്രി ഇങ്ങനെ പൊടിപൊടിക്കുമ്പോഴാണ് വാതിലിക്കൽ ഒരാൾ വന്ന് മുട്ടുന്നത്. അപ്പൊ വേലക്കാരി എന്ന് ചോദിച്ചു, ആരാ? അയാൾ പറഞ്ഞു, ഖസ്റു അബ്ദിൻ അം ഹുർരിൻ. ഇതൊരു അടിമയുടെ കൊട്ടാരമാണോ അതല്ല ഒരു സ്വതന്ത്രനായ മനുഷ്യന്റെ കൊട്ടാരമാണോ? പറഞ്ഞു, ബൽ ഖസ്റു ഹുർ. ഒരു സ്വതന്ത്രനായ മനുഷ്യന് അടിമയൊന്നുമല്ല ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത്. ഓ, അതെനിക്ക് മനസ്സിലായി. കാരണം അടിമയായിരുന്നുവെങ്കിൽ ലറഅയ്തു ഫീഹി ആദാബൽ ഉബൂദിയ്യ. അല്ലാഹുവിന് അടിമയായി ജീവിക്കുന്ന സ്വഭാവമൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. ഈ പാട്ടും മേളയും ഞാൻ കാണുമ്പോൾ ഇവരേതോ ലോകത്തിന് വന്നവരെ പോലെ തോന്നുന്നുവല്ലോ. അടിമയുടെ സ്വഭാവമൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഇത് പറഞ്ഞ് പടിയിറങ്ങിപ്പോയ വിവരം വേലക്കാരി ചെന്ന് പറഞ്ഞപ്പോഴാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ വചനത്തിന്റെ പൊരുളറിയാൻ പിന്നാലെ ചെരുപ്പില്ലാതെ ഓടിയത്. പിന്നാലെ ഓടി മഹാന്റെ പിന്നാലെ. ആ ഒരു യാത്രയാണ് മഹാനവറുകൾ ചെരുപ്പ് ധരിക്കാതെ അള്ളാഹുവിന് ത്യാഗിയായി മാറിയ ബിശ്റുൽ ഹാഫി. ചെരുപ്പില്ലാതിരുന്നതിന്റെ പേരിൽ, ചെരുപ്പ് ധരിക്കാതെ ജീവിതത്തിന്റെ പേരിലാണ് ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത ആളെന്നാണ്. മഹാനുഭാവന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചെരുപ്പ് നന്നാക്കാൻ ഒരു വാറ് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് നന്നാക്കുന്ന ആളെടുത്ത് പോയപ്പോഴാണ് അയാൾ പറഞ്ഞത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കൊണ്ട് സമൂഹത്തിന് ഭാരമാണ്. ചെരുപ്പ് പൊട്ടിയതും ഈ സമൂഹം സഹിക്കണല്ലേ. ഫക്കീറായ ആളാണ്. അന്ന് മഹാനവറുകൾ ദീനിലേക്ക് ആഴത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ചെരുപ്പിന്റെ വാറ് പൊട്ടി നന്നാക്കാൻ കൊടുത്തയച്ചപ്പോ പീഡികക്കാരൻ പറഞ്ഞതാ, ഓ, എന്തൊരു ഫക്കീറായി നടക്കുമ്പോഴേ നിങ്ങളുടെ ചെരുപ്പൊക്കെ ഈ ഉമ്മത്ത് വഹിക്കണല്ലേ. ആ ചെരുപ്പ് അവിടെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിനി ചെരുപ്പ് വേണ്ട. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ഒരു പെണ്ണ് പറഞ്ഞു, ബിശ്റേ, ഒരു ദിർഹം ചെലവാക്കിയ ഈ അൽ ഹാഫി എന്നുള്ള പേരുണ്ട് ഒഴിവായി കിട്ടൂലേ? ചെരുപ്പിട്ട ആള് തന്നെ പറഞ്ഞൂടെ? ചെരുപ്പിനൊരു ദിർഹമല്ലേ വേണ്ടൂ? അത് മതി, പക്ഷെ എനിക്കത് വേണ്ട. അങ്ങനെ
ത്യാഗിയായി ജീവിക്കാൻ, ഇസ്ലാമിന്റെ ഈമാനിന്റെ തൗബയുടെ പശ്ചാത്താപത്തിന്റെ ആ വഴിയിലേക്ക് കടന്നു വന്നപ്പോ സത്യസന്ധമായ പശ്ചാത്താപം. ഉംറക്ക് പോകുമ്പോ വലിയ തൗബ ചെയ്യുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, തൗബ അല്ലാഹു സ്വീകരിക്കട്ടെ. കഅബത്തുങ്ങ ചെന്ന് ഉസ്താദ് ഇനി പിരിയാനുള്ള ദുആ മക്കളെ ആമീൻ പറഞ്ഞോളി എന്ന് പറയുമ്പോൾ ഒന്ന് കരഞ്ഞ് നാട്ടിലെത്തിയാൽ പിന്നെ വട്ടിപ്പലിശന്റെ ഏർപ്പാട് തന്നെയാണ്. എന്താ പിന്നെ കൊണ്ട് കാര്യം? തൗബ ചെയ്തു വരുന്നു, എന്തോ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള മാറ്റമാണ്. അതൊന്നും കാണുന്നില്ല. അള്ളാഹു നമ്മുടെ ഉംറയും ഹജ്ജും സ്വീകരിച്ചെങ്കിൽ അതിന്റെ അടയാളം അതിന്റെ മുമ്പുള്ള ജീവിതത്തിൽ നിന്ന് നന്മയിലേക്കൊരു മാറ്റം കാണുന്നുണ്ടോ, എന്നാൽ അത് മുതലായി. അല്ലെങ്കിൽ ആ ഉംറ ഗ്രൂപ്പിന് ലാഭമായി, വേറൊരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവം. അപ്പൊ അത് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ വലിയ ബാധ്യതയുള്ളവരാ. കഅബ കണ്ടൊരു മടുപ്പ് വരുന്ന. അതുകൊണ്ട് ഉലമാ പറയും, ഹജ്ജ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോന്നേക്കണം. നമ്മുടെ വലിയ വലിയ മഹാന്മാരൊക്കെ ചില ഉസ്താദുമാരോടൊക്കെ അങ്ങനെ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉംറ ഗ്രൂപ്പിന്റെ അമീറായിട്ടൊന്നും പോകണ്ട, അത് പോയാൽ നിങ്ങൾക്ക് കഅബയോടുള്ള ബഹുമാനം കുറഞ്ഞു പോകും. കണ്ടിട്ടേ ഇതൊക്കെ നമുക്ക് പുല്ലാന്നുള്ള തോന്നൽ വരുന്നു. അള്ളാഹുവിന്റെ ഹറമിന്റെ ഹുർമത്ത് ഭയങ്കരമാണ്. അത് മടുപ്പിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും പോകണ്ടെന്ന കഅബ. നമ്മുടെ മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനോട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ വർഷം ഉംറക്ക് പോവാണെന്ന് പറഞ്ഞ ഉസ്താദ് ചോദിച്ചു, ഇപ്പൊ അടുത്ത് ഉംറക്ക് പോയി, നമ്മൾ പോയിരുന്നു 6 മാസം മുമ്പ് പോയിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഹുബ്ബുണ്ടെങ്കിൽ പോയിക്കോ, കഅബ കാണാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോ. അല്ല നാട്ടുകാർ ഇടക്കിടക്ക് ഉംറക്ക് പോകണ്ടെന്ന് പറഞ്ഞേക്കലാണ് ആഗ്രഹം. ഉസ്താദ് പറഞ്ഞു, ഇടക്കിടക്ക് പോകണ്ട, അതിലേറെ എത്രയോ ഉപകാരമുള്ള നന്മകൾ വേറെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നിനക്ക് ഹുബ്ബ് തോന്നുന്നുണ്ടോ, നീ പോയിക്കോ. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് പോയി ആ ഒരു കഅബയോടുള്ള മഹത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ആയി പോവണ്ട. അതൊക്കെ ഹജ്ജിന് ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ ശ്രദ്ധിക്കുന്നവരാണെന്നറിയാം. എന്നാലും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തട്ടൽ തട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹു നമ്മുടെ ഈമാനിൽ വലിയ വർധനവ് തന്നെങ്കിലോ എന്നുദ്ദേശിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ ഞാൻ ആരുമല്ല, പക്ഷേ വലൗലം യഅദു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅദുൽ ആസീന ബഅദ മുഹമ്മദി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ണു നിറയെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എമ്പാടും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ, ബഗ്ദാദിൽ വെച്ച് മരണപ്പെട്ടപ്പോ, ആ ജനാസ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യേണ്ട ജനാസയാണ്. എന്നാൽ ആളുകൾ നിസ്കരിക്കാൻ കൂട്ടമായി വന്നതിന്റെ പേരിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബിശ്റുൽ ഹാഫിയുടെ ജനാസ മറവ് ചെയ്തത്. സുബ്ഹിക്ക് തുടങ്ങിയ നിസ്കാരമാണ് മയ്യിത്ത് നിസ്കാരം. ആളുകൾ മാറി മാറി നിസ്കരിക്കായിരുന്നു. ആ മഹാൻ ഒരു കള്ളനായിട്ട് ജീവിതകാലം തുടങ്ങിയിട്ട് വലിയൊരു ആബിദും ആലിമും ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എന്നോട് ചോദിക്കേണ്ട, ബിശ്റുൽ ഹാഫിയോട് പോയി ചോദിക്കിൻ. അത്രയും നല്ല മക്കളെ കിട്ടിയ മഹാനാണ്. ഇവിടെ മോളുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് വന്ന് ചോദിച്ച ചില മസ്അലകളുടെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്രയും. അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ കള്ളന്മാരായി നടക്കുന്ന ചില മുസ്ലിമീങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നാളെ ഇവൻ ചിലപ്പോൾ അള്ളാന്റെ വലിയായി മാറി. ഒന്നൊരു തൗബ കൊടുത്താൽ പോരെ. ഇപ്പൊ വട്ടിപ്പലിശയിട്ട് നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യുന്ന ആളാണ്, പെണ്ണുങ്ങളെ പിന്നാലെ നടക്കലാണ് പണി. നാളെ ഒരു പക്ഷേ ഇതിനൊക്കെ തൗബ ചെയ്ത് നന്നായിക്കോളും. എപ്പോഴും വെള്ളക്കുപ്പായിട്ടോലെ മാത്രം, അല്ലെങ്കിൽ തലകെട്ട് കെട്ടിയോല് തൊപ്പിട്ടോല് മാത്രം സ്വർഗം, അങ്ങനെയൊന്നല്ല. എത്രയോ ചെറുപ്പക്കാർ ടൈറ്റ് ജീൻസും ഒരു പക്ഷേ ടീഷർട്ടും, ചിലപ്പോൾ നമ്മൾ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഹെയർ സ്റ്റൈലും അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർ പോലും ഒരുപക്ഷെ ഇരുൾ മുറ്റിയാൽ അള്ളാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്യുന്ന ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊന്നും ചെറുതായി കാണരുത്. മുസ്ലിം, മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ നിസ്സാരനാണെന്ന് കാണുന്നത് അള്ളാഹുവിന്റെ അടുത്ത് വലിയ പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം സാധാരണക്കാരന്റെ ഇടയിൽ പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. നമുക്കറിയില്ല. അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. അഖ്ഫാ ഔലിയാഅഹു ഫി ഇബാദിഹി. അവന്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വഅഖ്ഫാ ഇഖാബ ഗളബഹു ഫി മഅസിയതിഹി. അള്ളാഹുവിന്റെ ദേഷ്യം എന്താണെന്ന് അള്ളാഹ് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഏത് തെറ്റ് ചെയ്യുമ്പോഴാണ് അള്ളാഹ്ക്ക് കൂടുതൽ ദേഷ്യം വരാന്നറിയില്ല. അതുകൊണ്ട് ഒരു തെറ്റിലേക്കും ഞാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ ഏത് അനുസരണയിലാണ് അള്ളാഹുവിന് നമ്മളോട് ഒരു പൊരുത്തം തോന്നുക എന്നറിയില്ല. എന്തിനെന്നറിയോ? എല്ലാ നന്മയും ചെയ്യാൻ. അതുകൊണ്ട് ആരും നിസ്സാരപ്പെടുത്തണ്ട. ഇതിലാരാണ് അള്ളാഹുവിന്റെ വലിയെന്ന് നമുക്കറിയൂല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട. നന്നായി എത്ര ആളുകളുണ്ട്, നന്നായിട്ട് വലിയ മാറ്റങ്ങൾ വരുന്ന എത്ര ആളുകളുണ്ട്. കഴിഞ്ഞ കാലത്തോർത്ത് അവർ ദുഃഖപ്പെടല്ലേ. കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? അത് മറന്നേക്ക്.
പുതിയ കാലത്തേക്ക് നന്മകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ തിന്മകളിൽ നിന്ന് നമ്മളെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികളെ, കോളേജുകളിലും ഹൈസ്കൂളുകളിലൊക്കെ പഠിക്കുന്ന മക്കളിൽ വരെ വളരെ ചെറുപ്പത്തിലെ പാപങ്ങൾ വരുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സുബ്ഹിക്ക് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ജനാസ നിസ്കാരം തീരാത്തതുകൊണ്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മറവ് ചെയ്തപ്പോഴാണ് മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പോരെ, ഈ ദുനിയാവിൽ കിട്ടിയ ഈ മഹത്വം ഇനി എന്തിനാണ് വേറെ വേണ്ടത്? വല്ലാഹി ഹാദാ വല്ലാഹി ഇസ്സുദ് ദുനിയാ ഖബ്ലൽ ആഖിറ. പരലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പേ ദുനിയാവിൽ അല്ലാഹു നൽകുന്ന സൗഭാഗ്യമല്ലേ ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരുന്നത്? വലിയ ഭാഗ്യമല്ലേ? ഹാദാ ശറഫുദ് ദുനിയാ ഖബ്ല ശറഫിൽ ആഖിറ. പരലോകത്ത് അല്ലാഹു നൽകുന്ന ആദരവിന്റെ മുമ്പ് ദുനിയാവിൽ ആദരവ്, ആഖിറത്തിൽ കിട്ടുന്ന ഇസ്സത്തിന്റെ മുമ്പ് ദുനിയാവിൽ ഇസ്സത്ത്. പോരെ, ഇത് പോരെ? മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനോട് പശ്ചാത്താപം ചോദിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കില്ലേ? എത്ര ആളുകളാണ് മയ്യത്ത് നിസ്കരിച്ചത്? അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തോളൂ, അല്ലാഹുവേ ഞങ്ങളുടെ മരണശേഷം വജഅൽ ലനാ ലിസാന സുദ്ഖിൻ, ഞങ്ങളെപ്പറ്റി നല്ലത് പറയപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനുള്ള ആളുകളെയും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തയ്യാർ ചെയ്തു തരണം തമ്പുരാനേ. ആമീൻ. മനുഷ്യന്മാരുടെ കൽബിൽ അല്ലാഹ് തോന്നിപ്പിക്കണ്ടേ? ഒരാൾക്ക് തോന്നുന്നു ഞാൻ എന്തിനാ ബസ്സേറി പോണത്, ഞാൻ ഇവിടെ ഇരിക്കാം, ജനാസയിൽ കൂടുന്നില്ല. അങ്ങനെ എല്ലാവർക്കും തോന്നിയാൽ ഈ സാധുവിന് ദുആ കിട്ടുമോ? മയ്യത്തിന് ആളു കൂടി ആരെ? പശ്ചാത്താപം ചെയ്ത് മോഷണം ചെയ്ത് ജീവിച്ച്, കൊട്ടാരമുണ്ടാക്കി ജീവിച്ച്, എല്ലാം ത്യജിച്ച്, എല്ലാം മാറ്റിവെച്ച്, ചെരുപ്പ് പോലും ധരിക്കാതെ ത്യാഗിയായി സാഹിദായി നടന്ന മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു സ്വദഖ മഅല്ലാഹ് ഫസദഖല്ലാഹു മഅഹ്. അല്ലാഹുവിനോട് ചെയ്ത ആ തൗബ സത്യസന്ധമായപ്പോൾ അല്ലാഹു അത് സ്വീകരിച്ചു, ജനങ്ങളിൽ അംഗീകാരം കൊടുത്തു, മഹാപദവിയിലേക്ക് അല്ലാഹു ഉയർത്തി. ഇതൊക്കെ സാധ്യമാണ്. ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണും ചിന്തിക്കല്ലേ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ, ഇനി എനിക്ക് നന്നാവാൻ ഒരു വഴിയില്ല, ഞാൻ മോശപ്പെട്ടവൾ തന്നെ. പറയല്ലേ മോളെ, ഇങ്ങനെ പറയല്ല. നിങ്ങൾക്കും അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം തൗബ കൊണ്ട് നൽകിയേക്കും. ഉലമാ പറയും ഒരു നന്മ ചെയ്തിട്ട് തോന്നുന്ന അഹങ്കാരത്തെക്കാളും ഒരുപക്ഷെ ഒരു പാപം ചെയ്തതിന് ശേഷം തോന്നുന്ന സങ്കടം ഒരാൾക്ക് ഉപകാരപ്പെട്ടേക്കും. പാപം ചെയ്യാനല്ല പറയുന്നത്, പാപങ്ങൾ സംഭവിച്ചു പോയിട്ട് അതിനാൽ തോന്നുന്ന സങ്കടമാവും. ഒരു മനുഷ്യൻ പാപങ്ങൾ, ഭീകരമായ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾ, എനിക്ക് തെറ്റൊന്നുമില്ലല്ലോ, പിന്നെ ആ ചെയ്തതൊക്കെ വുളു കൊണ്ട് പൊറുക്കപ്പെടുമല്ലോ. വൽ ജുമുഅതു ഇലൽ ജുമുഅ വൽ ഉംറതു ഇലൽ ഉംറ വറമദാനു ഇലാ റമദാൻ, ഇതൊക്കെ അറിയുന്നവർ നിസ്സാരമായി കാണും അതിനൊക്കെ. എന്നാൽ ഒരു പാപം ചെയ്തതിന്റെ പേരിൽ പകലന്തിയോളം കരഞ്ഞ്, ജീവിതകാലം മുഴുവൻ കരഞ്ഞ്, ഇതാരോടെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് മനസ്സ് പറയും. ആരോടും പറയല്ലേ. ഒരാണും ഒരു പെണ്ണും, ഒരു ഭാര്യ ഭർത്താവിനോട് പറയണ്ട നിങ്ങൾ ചെയ്തു പോയ തെറ്റ്. ഒരു ഭർത്താവ് ഭാര്യയോടും കുറ്റസമ്മതം നടത്തണ്ട. ഒരു ഉസ്താദിനോട് പോയി നിങ്ങൾ ചെയ്ത തെറ്റ് വിളിച്ചു പറയണ്ട. നിങ്ങൾ ചെയ്ത തെറ്റുകളിലെ എന്തെങ്കിലും മസ്അലകളോ ഫത്വകളോ ആവശ്യമുണ്ടെങ്കിൽ ഉലമാഇനെ സമീപിക്കുകയല്ലാതെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഒരു അധ്യാപകനോടോ ഒരു ഉസ്താദിനോടോ ഒരു പണ്ഡിതനോടോ ഒരു സാധാരണക്കാരനോടോ പറയുക വഴി ഒരുപക്ഷെ ആ മനുഷ്യനിൽ നിങ്ങളെക്കുറിച്ച് തിന്മ തോന്നിച്ചേക്കാം, നിങ്ങളെപ്പറ്റി പാപം തോന്നിച്ചേക്കാം. നിങ്ങൾ ഈ പാപം നടക്കുമെന്ന് പിശാച് അവരുടെ മനസ്സിൽ ചെന്ന് കയറും. അങ്ങനെ എത്ര ആളുകളുണ്ട് സത്യസന്ധന്മാരായി നടക്കുന്ന ആളുകൾ. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് അക്കൗണ്ടുകൾ, സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമൊക്കെ നന്മ പറഞ്ഞിരുന്നു, നല്ല ക്യാപ്ഷനുകൾ, നല്ല ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവസാനം ബന്ധം പിടുത്തം വിട്ടിട്ട് അവസാനം മഹാപാതകങ്ങളിൽ ചെന്ന് ചാടുമ്പോഴാണ് പെണ്ണ് തല ഉയർത്തുന്നത്. റബ്ബേ, ഇവൻ എന്നെ കൊണ്ടെത്തിച്ചൊരു സ്ഥലം ഞാനിപ്പോ എവിടെ എത്തിപ്പോയി. പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആയി, പിന്നെ ആക്ഷേപിക്കലായി. നീ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ഈ ചിത്രം, അത് ഞാൻ ഫേസ്ബുക്കിലിടും, നിന്നെ അപമാനപ്പെടുത്തും. പെണ്ണെ, ആദ്യത്തെ രംഗത്ത് തന്നെ എന്തുകൊണ്ട് വഴിവിടാൻ നിങ്ങൾ അവസരം വെച്ചു കൊടുത്തു? ആദ്യത്തെ രംഗം, ആദ്യമായി ചെയ്യുന്ന പരിചയപ്പെടൽ, അള്ളാഹുവിന് അനുവദിച്ചിട്ടില്ലാത്ത ബന്ധം, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, അത് തുടങ്ങി വെച്ചിട്ട് പിന്നെ അബദ്ധം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ. ഞാൻ എന്റെ നഫ്സിനോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അനിത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ചെയ്തു പോയ തെറ്റ് ഒരാളോടും ഏറ്റു പറയണ്ട, ഒരാളോടും വിളിച്ച് നിങ്ങൾ പറയണ്ട. അത് അള്ളാഹിനോട് പറയും, അള്ളാഹുവിനോട് പറയും. പാതിരാവിൽ എഴുന്നേറ്റ് നിന്ന് സുബഹി നിസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് മുസല്ല വിരിച്ച് നിങ്ങളുടെ ഇരുട്ടുള്ള റൂമിൽ എല്ലാവരും കിടന്നുറങ്ങ്. വുദൂ ചെന്നെടുത്തിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുജൂദിൽ കടന്ന് തേങ്ങി തേങ്ങി കരയി റബ്ബിനോട്. ഭർത്താവിനോട് പറയല്ലേ, ഭർത്താവെ നീ ഭാര്യയോടും പറയണ്ട, ഒരു കുട്ടിയും തന്റെ ഉമ്മയോട് പറയണ്ട, വാപ്പയോട് പറയണ്ട. മനുഷ്യർക്ക് ആർക്കാണ് ഇത് ഏറ്റെടുക്കാൻ പറ്റുക? വലാ തസിറു വാസിറത്തും വിസറ ഉഖ്റാ. നമ്മുടെ പാപം ഭാരം ഇറക്കി വെക്കേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ്. അള്ളാഹുവിനല്ലേ ഇത് പുറത്തു തരാൻ കഴിയൂ, അള്ളാഹുവിനല്ലേ മാപ്പ് തരാൻ കഴിയൂ. റബ്ബിനോട് പറയിൻ. മനുഷ്യന്മാരോട് പറഞ്ഞാൽ നാളെ ആ പേര് വെച്ച് നിങ്ങളെ ക്രൂശിച്ചേക്കും. ആ കഥ പറഞ്ഞിട്ട് നിങ്ങളെ ത്വലാഖ് ചൊല്ലി ഓടിച്ചേക്കും. ആ കഥ പറഞ്ഞ് നീ പോരാത്തവളെന്ന് പെണ്ണെ നിന്നെ നിന്റെ ഭർത്താവ് മനസ്സിലാക്കിയേക്കും. എത്ര മയത്തിലാ ചോദിക്കുക, നീ പറഞ്ഞോ, ഞാൻ ആരോടും പറയില്ല, ഒന്നും സംഭവിക്കില്ല, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാപങ്ങൾ ചൊല്ലി 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 പറയിപ്പിച്ചിട്ട് എത്ര കുട്ടികളുടെ ജീവിതം അപകടത്തിലായി പോയിട്ടുണ്ട്. എന്തിനിത്? ആര് പറഞ്ഞു നിങ്ങളോട് ഏറ്റുപറയാൻ? ആര് പറഞ്ഞു നിങ്ങളോട് ഏറ്റുപറയാൻ? വലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. ചെയ്തു പോയ പാപം അള്ളാഹുവിനും നിങ്ങൾക്കും ഇടയിലല്ലേ? അത് റബ്ബല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? എന്തിന് നിങ്ങൾ ഏറ്റുപറയണം? കുംഭസാരം ഇസ്ലാമിലില്ലല്ലോ, കുംഭസാരം ഇസ്ലാമിലില്ലല്ലോ. നമ്മൾ റബ്ബിനോട് പറഞ്ഞേക്കണം, റബ്ബേ മാപ്പുതാ, പടച്ചവനെ പറ്റിപ്പോയി, റബ്ബേ മാപ്പ് തരണം പടച്ചവനെ. അങ്ങനെ ഒരു തിന്മയാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പശ്ചാത്താപം കാരണം നിങ്ങളുടെ മനസ്സിന് ജീവിതകാലം മുഴുവനും ചിന്തിപ്പിക്കുന്ന ആ ഒരു വേദന ഒരുപക്ഷേ നിങ്ങൾ ചെയ്യുന്ന എത്രയോ നന്മയെക്കാളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ തൗബ നമുക്ക് നൽകട്ടെ. ഈമാനും സത്യസന്ധതയും കൂടിച്ചേരുമ്പോൾ അതിന് ഫലമുണ്ടാകും.